ഈ സ്കൂളിലെ സമയമാറ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നവും സ്കൂളിലെ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള പ്രശ്നവും. അപ്പോൾ മതപ്രാർത്ഥനകൾ ഒഴിവാക്കണമെന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ചട്ടം വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വെച്ച് ക്രിസ്ത്യൻ സംഘടനകളൊക്കെ പറയുന്നുണ്ട്, സ്കൂളിൽ നിന്നും പ്രാർത്ഥന ഒഴിവാക്കിയാൽ കുട്ടികൾക്ക് മൂല്യബോധം നഷ്ടപ്പെടും. അതിൽ മാഷിൻ്റെ ഒരു കമൻറ്റ് വേണം. മൂല്യബോധം പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത്? രണ്ട്, സമയമാറ്റം ഈ മതപഠനങ്ങളെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ബാധിച്ചാൽ കുഴപ്പമുണ്ടോ, ബാധിക്കേണ്ടതുണ്ടോ എന്നുള്ളതും മാഷിൻ്റെ ഒരു കമൻ്റായിട്ട് പറയണം. കേരളത്തിലെ മതേതര അന്തരീക്ഷത്തിന് ഏറ്റവും അധികം സംഭാവന ചെയ്തത് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളാണ് എന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ 34 കൊല്ലം അധ്യാപകനായിരുന്നു. 8 കൊല്ലം കോളേജിൽ, 26 കൊല്ലം യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ പഠിച്ചത് സാധാരണ വിദ്യാലയത്തിലാണ്, എയ്ഡഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ അധ്യാപകരുടെ ഇടയിലോ വിദ്യാർത്ഥികളുടെ ഇടയിലോ പാഠ്യപദ്ധതിയുടെ ഇടയിലോ ഒന്നിനും ഈ തരത്തിലുള്ള വകതിരിവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാവരും അധ്യാത്മരാമായണം പഠിക്കും. നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് തുള്ളലോ കഥകളിയോ ഒപ്പനയോ ചവിട്ടുനാടകമോ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ അധ്യാപകർ പല മതക്കാരും ജാതിക്കാരും പാർട്ടിക്കാരും അഭിപ്രായക്കാരും ആയിരിക്കും. അപ്പം നമ്മൾ ഒന്നിച്ച് പാഠം പഠിച്ചു, ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് കുളിച്ചു, ഒന്നിച്ച് അടി കൂടി, ഒന്നിച്ച് നാടകം കളിച്ചു, ചില സമ്മാനം കിട്ടി, ചിലപ്പോൾ തോറ്റു, ഇലക്ഷൻ മത്സരിച്ചു. അതങ്ങനെ നമുക്കൊരു സമാന ഭൂതകാലമുണ്ട്. ഇതാണ് ഇവിടുത്തെ പൊതുവിദ്യാലയം നമുക്ക് തന്ന ഏറ്റവും വലിയ സംഭാവന. അതായത് സാക്ഷരത കൂടി, ആളുകളൊക്കെ ചുരുങ്ങിയത് 10ാം തരം വരെയെങ്കിലും പഠിക്കണം എന്നായി. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് പഠിക്കണം എന്ന് ആർക്കും നിശ്ചയമില്ല. പഠിക്കാൻ അയക്കണം എന്ന് രക്ഷകർത്താക്കൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നും, 2ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് അബ്ദുറഹ്മാൻ കുട്ടി എന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, ഇന്ന് പല്ല് തേക്കാത്ത ആരൊക്കെയാ എന്ന് ചോദിക്കും. അപ്പോൾ 3-4 പേര് എണീറ്റ് നിൽക്കും. കാരണം ഇദ്ദേഹം വളരെ സ്നേഹമുള്ള ആളാണ്. ദേഷ്യം വന്നാൽ കഠിനമായി ശിക്ഷിക്കും. അപ്പോൾ ഇദ്ദേഹം മുഖത്തേക്ക് നോക്കിയാൽ കള പറഞ്ഞ ആളെ തിരിയുന്ന കുട്ടികൾക്കൊരു പേടിയുണ്ട്. അവരോട് പുറത്ത് നിൽക്കാൻ പറയും. കുളിക്കാതെ വന്നവരാരൊക്കെയാന്ന് നിൽക്കും. അപ്പോൾ അവരും പുറത്ത് നിൽക്കാൻ പറയും. തൊട്ടടുത്ത് നല്ലൊരു കിണറുണ്ട്. അതിരേങ്കുട്ടി മാഷ ആദ്യത്തെ പണി ഇവനൊക്കെ പല്ല് തേക്കാൻ പഠിപ്പിക്കുക. അവിടെ ഉമിക്കരിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ നീർക്കലുണ്ട്. പിന്നെ കാരണം അന്ന് അവിടെ ഇപ്പോൾ അന്ന് ഞങ്ങൾ പറയുന്ന വാക്ക് പറഞ്ഞാൽ ഹരിജൻ കുട്ടികളുണ്ട്. അവർ അടുത്ത വീട്ടിലെ കുട്ടി സ്കൂളിൽ പോകുന്ന വകയിൽ സ്കൂളിൽ വരുന്ന, അല്ലാതെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പിന്നെ സ്കൂളിൽ അയക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. മനസ്സിലായി? ഈ തരത്തിൽ എല്ലാ കാര്യങ്ങളിലും. പിന്നെ അവിടെ ഉച്ചക്കഞ്ഞി വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ PL 450 വരുന്നു. അപ്പോൾ സ്കൂളിൽ വരുന്നത് ഈ ഉച്ചക്കഞ്ഞിക്കും ഈ ഉപ്പുമാവിനും പാലിനും ഒക്കെ, അല്ലാതെ ഈ അക്ഷരം പഠിക്കാനൊന്നും വരുന്നതല്ല. പക്ഷേ ഈ കൂട്ടത്തിൽ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ചരിത്രം, നമ്മുടെ ഭാഷ, നമ്മുടെ കലാരൂപങ്ങൾ, അതിൻ്റെ ഒരു സമാനത, അതിൻ്റെ പൊതു പാരമ്പര്യം പങ്കുവെക്കുന്ന ഒരു മനസ്സെല്ലാവർക്കും വളരും. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കേൾക്കുമ്പോൾ അത് നമ്മുടെ എഴുത്തുകാരനല്ല എന്ന് ആർക്കും തോന്നില്ല. എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ അത് അന്യമാണെന്ന് തോന്നില്ല. അല്ല, അങ്ങനെ ഒരുപടി ഇപ്പോൾ CJ തോമസിൻ്റെയോ MP പോളിൻ്റെയോ അങ്ങനെ ആരെ ചില കുട്ടികൃഷ്ണന്മാരുടെയോ MT വാസുദേവനാരോ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ സമാധാന അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് അത് അന്നും ഉള്ളൊരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ 921 ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഒരു കാര്യം, എന്തുകൊണ്ടാണ് മാപ്പിളമാരിങ്ങനെ ഈ തരത്തിൽ ആയുധം എടുക്കുന്നത്? അവർ 2 മറുപടിയാണ് കണ്ടെത്തിയത്. ആദ്യം 1852 സ്ട്രെയിഞ്ച് എന്നു പേരായിട്ടൊരു പോലീസ് പട്ടാള ഉദ്യോഗസ്ഥനെ ഒറ്റയാൾ കമ്മീഷനാക്കി വെച്ച് പഠിച്ചിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്. അത് കഴിഞ്ഞ് പിന്നെ പലരും പഠിച്ചു. നമ്മുടെ വില്യം ലോഗനൊക്കെ പഠിച്ചു. അവർ 2 കാരണമാണ് പറഞ്ഞത്. ഒന്ന്, മാപ്പിളമാരുടെ ദാരിദ്ര്യം. 2, അവർക്ക് മോഡേൺ സെക്കുലർ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ മോഡേൺ സെക്കുലർ എഡ്യൂക്കേഷൻ കിട്ടിയാൽ, അതുപോലെ സമ്പത്ത് ഒന്നുകൂടി മെച്ചപ്പെട്ടാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ കണ്ടെത്തിയത്. ആ കണ്ടെത്തൽ ശരിയായെന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കുക. മോഡേൺ സെക്കുലർ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകളെയാണ് ഇപ്പോൾ തീവ്രവാദത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പലരും. അവർ സമ്പത്തുള്ളവരും ആയിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മദ്രസകളൊക്കെ സ്കൂളുകളാക്കി മാറ്റുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവന്നു. അതായത് നിങ്ങൾ ഈ അറബിയും അറബി മലയാളമൊക്കെ പഠിപ്പിക്കുക, മതമൊക്കെ പഠിപ്പിക്കുക, ആ കൂടുതൽ കുറച്ച് കണക്കോ കുറച്ച് ചരിത്രമോ കുറച്ച് ഫിസിക്സോ കുറച്ച് സസ്യശാസ്ത്രമൊക്കെ പറഞ്ഞു കൊടുത്താൽ ഞങ്ങൾ അതിന് ഗ്രാൻഡ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതിനാണ് മാപ്പിള സ്കൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മാപ്പിള സ്കൂളുണ്ടോ? ഉണ്ട്. ആ പേരിന് എന്താണ് അർത്ഥം? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടർന്നു പോകുന്നൊരു കാര്യം, മലബാർ ബോർഡ് സ്കൂളൊക്കെ ആയിട്ട് തുടർന്നു പോകുന്ന കാര്യം, ഇപ്പോഴും എയ്ഡഡ് സ്കൂളുകളിൽ എന്തിനാണ് നിങ്ങൾ സ്കൂളിൻ്റെ പേരിൽ മാപ്പിള എന്ന് ഉപയോഗിക്കുന്നത്? രണ്ടാമത്തെ ഒരു കാര്യം, ഇത് കുറച്ച് പഴക്കമുള്ളൊരു കാര്യമാണ്. അവിടെ മുസ്ലിം കലണ്ടർ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ വെള്ളിയാഴ്ച സ്കൂളില്ല, അതിന് പകരം ശനിയാഴ്ച ഉണ്ട്. അപ്പോൾ അവർക്ക് അവധി വെള്ളിയും ഞായറുമാണ്. പിന്നെ സ്കൂൾ തുടങ്ങാൻ മദ്രസയുടെ സമയം അനുസരിച്ച്, ഇപ്പം ഞങ്ങളൊക്കെ അവിടെ സ്കൂള് 10:30 തുടങ്ങുന്നത്, കാരണം 10 മണിക്ക് മദ്രസ വിടുള്ളൂ. പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നം, റംസാൻ മാസത്തിൽ ഒരു മാസം തീരെ സ്കൂളില്ല. അപ്പം ഞാൻ പഠിച്ചത് എയ്ഡഡ് സ്കൂളിലാണ്, LP UP ഹൈസ്കൂളൊക്കെ പഠിച്ച അവിടെയാണ്. അവിടെയൊക്കെ മുസ്ലിം കലണ്ടറാണ്. അപ്പോൾ ഇതിൻ്റെ തമാശ എന്താ വെച്ചാൽ, ഇസ്ലാം മതം അനുസരിച്ച് നോമ്പെടുക്കുക, നിസ്കരിക്കാത്തുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമാവുന്നത് 15-ാമത്തെ വയസ്സോട്ടാണ്. 15-ാമത്തെ വയസ്സാകുമ്പോൾ നിങ്ങൾ 10ാം തരം പാസ്സായി, പിന്നെ നിങ്ങൾ കോളേജിൽ പോവുക. അപ്പോൾ ഫാറൂഖ് കോളേജ് തുടങ്ങിയ കാലത്ത് 1948 ഫാറൂഖ് കോളേജ് വരുന്നത്. അവിടെ ഒരിക്കലും വെള്ളിയാഴ്ച അവധി ആയിരുന്നില്ല, റംസാൻ അവധി ആയിരുന്നില്ല, ഇപ്പോഴും അവധിയല്ല. പക്ഷേ ഈ ചെറിയ മക്കൾ പഠിക്കുന്ന LP UP സ്കൂളൊക്കെ എങ്ങനെയാണ്? അവർക്കൊന്നും മതം അനുസരിച്ചത് നിർബന്ധമല്ല. അപ്പം മുസ്ലിം കലണ്ടർ ഇപ്പോൾ പലരും മാറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ 10 കൊല്ലം ആവുമ്പോഴേക്ക് ഈ കുട്ടികൾക്ക് ഏതാണ്ട് ഒരു അക്കാഡമിക് ഇയർ നഷ്ടം വരും, ഏതാണ്ട് 200 ദിവസം. അപ്പം ഞാൻ അതിൻ്റെ ഒരു കണക്കുണ്ടാക്കി അത് ഒരു പരമ്പരയായിട്ട് എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ എന്നോട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, കാരശ്ശേരി എന്തായാലും അത് എഴുതരുത്. എന്താണ്? പതുക്കെ പുറത്തറിയാതെ മുസ്ലിം സ്കൂളിലൊക്കെ മുസ്ലിം കലണ്ടർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പോൾ അത് മാറ്റണമെന്ന് എഴുതുമ്പോൾ ഞങ്ങൾ എന്തായാലും മാറ്റുന്നില്ല എന്ന് വാശി അപ്പുറത്ത് വരും. അതുകൊണ്ട് നിങ്ങളിത് പ്രസംഗിക്കുക എഴുതുകയോ ചെയ്യരുത്. ഇത് ഞാനൊരു പരമ്പര എഴുതാൻ വേണ്ടി മാതൃമയായിട്ട് സംസാരിച്ച് ഞാൻ എനിക്കിത് മാറുക വേണ്ടേ, ലേഖനം എഴുതല്ല വേണ്ടേ. ഞാൻ എഴുതിയില്ല. എന്നിട്ട് എൻ്റെ കുടുംബക്കാർ നടത്തുന്ന സ്കൂളിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുസ്ലിം കലണ്ടർ മാറ്റണം, അതെന്ന് തന്നെ. അപ്പോൾ എൻ്റെ മൂത്താപ്പയുടെ മൂത്തവൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹനോട് പറഞ്ഞു, ഇസ്ലാമിന് കിട്ടിയ ഒരു സൗജന്യം മാറ്റണമെന്ന് മാത്രം നീ എന്നോട് പറയരുത്. ഇത് ഇസ്ലാമിന് കിട്ടിയ സൗജന്യം, ഇത് ഈ ഒരു മാസം കുട്ടികൾ സ്കൂളിൽ പോകത്തെ. അപ്പോൾ എന്താ വരുമെന്നറിയാം, ചില മാസത്തിൽ ഫെബ്രുവരിയിൽ ഇത് വരും, നോമ്പും വരും. 10ാം തരം പരീക്ഷയുടെ തലേ മാസം ക്ലാസ്സേ ഉണ്ടാവില്ല. വളരെ അപകടമായിരുന്നു. അതൊക്കെ ഇപ്പോൾ അവർ തന്നെ പതുക്കെ മാറ്റി. ഇനിയിപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇതൊരു വാർത്തയായിട്ട് വന്നു വിചാരിച്ചു, മാപ്പിള സ്കൂൾ എന്നുള്ളത്. വേറെ എന്ത് ചെയ്താലും ആ മാപ്പിള സ്കൂൾ എന്നുള്ള പേര് മാറ്റുന്ന കാര്യം മാത്രം പറയണ്ടെന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വോട്ട് ബാങ്കിനെ പേടിച്ച് LDF UDF ഒക്കെ മിണ്ടാതൊക്കെയും ചെയ്യും. പിന്നെ ഇവിടെ ഓറിയൻ്റൽ ഹൈസ്കൂൾ എന്നൊരു സംവിധാനമുണ്ട്. ഇപ്പം എത്ര സ്ഥലത്തുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ എന്താ രസം എന്നറിയാം, ഓറിയൻ്റൽ ഹൈസ്കൂൾ, ഞങ്ങളുടെ ഒരു ഓറിയൻ്റൽ ഹൈസ്കൂളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? ഒന്നുകിൽ അറബി, അല്ലെങ്കിൽ സംസ്കൃതം, അല്ലെങ്കിൽ ഉറുദു. ഭാഷയായിട്ട് മലയാളം മാത്രം പഠിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ അത് പലപ്പോഴും ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സമയമാറ്റം എന്ന് പറയുന്നതിനകത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. ഞാനതിപ്പോൾ പറയുന്നതല്ല, ഇതിൻ്റെ 1-2 ചാനൽ ചർച്ചയിൽ ഞാനിത് പറഞ്ഞിരുന്നു. അതായത് 9:45 സ്കൂൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൻ്റെ കാര്യമാണ്. ഈ 15 മിനിറ്റ് അവിടെ ഇത് മദ്രസ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 27% വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു സെക്ഷൻ്റെ, അതായത് സമസ്ത, AP സമസ്ത, EK സമസ്ത, ഈ സെക്ഷൻ ഒഴിച്ച് ബാക്കി ആർക്കും ഇത് ബാധകമല്ല. ഇപ്പം ഞാൻ പറയാം, കേന്ദ്രീയ വിദ്യാലയത്തിൽ പോകുന്ന മുസ്ലിം കുട്ടികളുണ്ട്, അവർക്ക് എവിടെ മദ്രസ? CBSE സിലബസിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അത് അനവധി എയ്ഡഡ് സ്കൂളുകൾ അങ്ങനെയാണ് CBSE. പിന്നെ മറ്റ് എയ്ഡഡ് സ്കൂളുകളുണ്ട്, അവിടെയും മദ്രസ അവർക്ക് 3/4 മണിക്കൂർ 1 മണിക്കൂറും ഒക്കെയാണ്, അല്ലെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ്. അല്ലാതെ ഈ എല്ലാ വർക്കിംഗ് ഡേയ്സിനും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ മദ്രസയിൽ പോകാമെന്ന് പറയുന്നത് കേരളത്തിൽ മുഴുവനുള്ളൊരു സംഗതിയല്ല. മലബാറിലുള്ള അളവിൽ മദ്രസകൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഇല്ല, പണ്ടേ ഇല്ല, എപ്പോഴും ഇല്ല. അപ്പോൾ ഇത്
ഇതിപ്പോൾ എന്താണെന്ന് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ഈ കെ സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ ഈ കെ സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ വോട്ട് ബാങ്കാണ്, മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് ഈ കെ സമസ്ത എന്നും. അപ്പോൾ കുറച്ചായിട്ട് അതിനകത്തെ മുസ്ലിംമാർക്ക് എ പിയെ കണ്ട് പഠിച്ചിട്ട്, എ പി ബക്കർ മുസ്ലിം പണ്ട് ഇങ്ങനെയായിരുന്നു, അദ്ദേഹം ഒരു വോട്ട് ബാങ്ക് രൂപീകരിച്ച് സമസ്തയിൽ നിന്ന് പോയി. 1974 തുടങ്ങി 15 കൊല്ലം അദ്ദേഹം ഇതിനകത്ത് പ്രവർത്തിച്ചു. 89 അദ്ദേഹം പിരിഞ്ഞു പോയി ഈ എ പി സമസ്ത. അപ്പോൾ ഇത് പറയുമ്പോൾ പിണറായി വിജയൻ വരയ്ക്കുന്നവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിനു മുമ്പ് ഇത് തുടങ്ങുന്നത്, ഈ സൂക്കേട് തുടങ്ങുന്നത് വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിടാൻ പോവാണ് എന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞപ്പോൾ വളരെ നല്ലൊരു സംഗതിയാണല്ലോ. പിണറായി വിജയൻ പറഞ്ഞാലും നല്ലത് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണ്ടേ. അപ്പോൾ എന്നെപ്പോലെ എത്രയോ ആളുകൾ, പാർട്ടിക്കാർ മുന്നണിക്കാരല്ലാത്ത ആൾക്കാരൊക്കെ അത് വെൽക്കം ചെയ്തു. ഉടനെ ഈ കെ സമസ്തയിലെ ചില ആളുകൾ, അതിലിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരൻ ഉമർ ഫൈസി മായുള്ള ചില ആളുകൾ, മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയുള്ള ചില ആളുകൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പറയുന്നത് ജിഫ്രി തങ്ങളാണ്, സംസ്ഥാന പ്രസിഡന്റ്. അവരൊക്കെ ലീഗിൻ്റെ വോട്ട് ബാങ്കിലുള്ള ആൾക്കാരാണ്. ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിമാർക്ക് അദ്ദേഹത്തെ വിളിക്കുന്നു, അങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ അതോടുകൂടി ഇവർക്ക് വലിയൊരു ഒരു 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 ഉഷാറ് കൂടി. അപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാം, പിന്നെ ലീഗിൻ്റെ സേവ വേണ്ടാന്ന് ഈ പറഞ്ഞ്, ലീഗിൻ്റെ വഴി അല്ലാതെ നിങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിനെ സമീപിക്കാം. അത് ഗവൺമെൻറ് പിൻവലിച്ചു. ഇതുപോലെ വേറൊരു സംഗതി വന്നു, വളരെ നല്ലൊരു സംഗതിയായിരുന്നു. ഈ ജെൻഡർ ജസ്റ്റിസിനെ പറ്റി കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ആണിനും പെണ്ണിനും ഒരേ വസ്ത്രം എന്ന് പറഞ്ഞു. ഉടനെ ഇവരാ എതിർക്കുന്നത്, ആര്? ഈ കെ സമസ്ത. ബാലുശ്ശേരിയിലെ സ്കൂളിലെ കുട്ടികളോട് വെച്ചപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സൗകര്യമാണിത്. അസൗകര്യം എന്ന് പറയുന്നത് ആരാ? മുസ്ലിംമാരാ പറയുന്നത്. പെൺകുട്ടിയൊക്കെ അസൗകര്യം ഉണ്ടെന്ന് അവർ പറയുന്നു, അവർ പറയുന്നില്ല. അത് പിൻവലിച്ചു. അങ്ങനെ ജെൻഡർ ജസ്റ്റിസ്, ലിംഗ നീതി, ലിംഗ തുല്യത, ലിംഗസമത്വം എന്നൊക്കെയുള്ള ആശയങ്ങൾ അതൊക്കെ പിന്നോട്ട് പോയി. ഇപ്പോൾ ഇതുമായിട്ട് വന്നപ്പോൾ ഇതവർ പിന്നോട്ട് പോവുകയില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ശിവൻകുട്ടി പറയുന്നുണ്ട്. പറയുന്നിടത്ത് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ മഹാഭൂരിപക്ഷം മദ്രസകളിലും അവർക്ക് 15 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ, ഒരു വിട്ടുവീഴ്ചക്ക് വയർ തയ്യാറല്ല, വിട്ടുവീഴ്ച മുഴുവൻ ഗവൺമെൻറ് ചെയ്യണം എന്ന് പറയുന്നതൊക്കെ നേരെ പറഞ്ഞാൽ ധിക്കാരമാണ്. നിങ്ങൾ പറഞ്ഞാൽ 10 വോട്ട് കിട്ടും എന്ന് പാർട്ടിക്കാർ വിറയ്ക്കും, മുന്നണി വിറയ്ക്കും, മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ വിറയ്ക്കും എന്ന് പൗരോഹിത്യത്തെ ശാക്തീകരിക്കുന്ന പണിയാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം പൗരോഹിത്യത്തെയും ക്രിസ്ത്യൻ പൗരോഹിത്യത്തെയും ഹിന്ദു പൗരോഹിത്യത്തെയും പേടിച്ചിട്ടാണ് അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നതെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ശരിക്കും ലജ്ജ, നാണക്കേടുണ്ട്. ഒന്നും വേണ്ട, പാലാ ബിഷപ്പ് ഒരു അസംബന്ധം പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി എടുത്ത സമയം 15 ദിവസം. അതുകൊണ്ട് പൗരോഹിത്യത്തെ ശാക്തീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ, ജനവിരുദ്ധമായ ഒരു പരിപാടിയാണ്. അത് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം നേരിടേണ്ട പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി ഉയർത്തുന്നത് BJP മാത്രമാണ് എന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത്. ആ പണി CPM എടുക്കുന്നുണ്ട്, CPI എടുക്കുന്നുണ്ട്, കോൺഗ്രസ് എടുക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് എടുക്കുന്നുണ്ട്. ഇവിടെ ആ പണിയെടുക്കാത്ത ആരെയും നിർഭാഗ്യവശാൽ ഞാൻ കാണുന്നില്ല.